സായി ഏറ്റവും കൂടുതൽ പേടിച്ച ആ സംഭവം നടന്നിരിക്കുകയാണ്. സായിയുടെ അച്ഛൻ വീട്ടിൽ വന്നില്ല, വീഡിയോ കോളിൽ വന്നു. വീഡിയോ കോളിൽ വന്നപ്പോൾ സായിയുടെ മുഖഭാവം ഒന്ന് കാണണമായിരുന്നു. അയ്യോ എന്ന് പറഞ്ഞിട്ടാണ് സായി ഇരിക്കുന്നത്. എന്തോ പേടിച്ചിട്ട് ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട് സായിയുടെ. ഇത് കേട്ടോ, ഇങ്ങനെയാണ് സായി ഇരുന്നത്. സായിക്ക് അച്ഛനുമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നൊക്കെ സായി പറയുന്നുണ്ടായിരുന്നു. അച്ഛൻ വിദേശത്താണ് ജോലി ചെയ്യണത്, അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ കോളിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് നിന്നോട് ഒരു പ്രശ്നവും ഇല്ല, എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. അപ്പോൾ സായി പറയുന്നുണ്ട്, അച്ഛ അത് പുറത്തിറങ്ങിയിട്ട് അത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം, അതിനെക്കുറിച്ചൊന്നും നീ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഗെയിം കളിക്കാനാണ് നീ വന്നത്, നീ മലപ്പുറത്തിനൊരു കപ്പുമായിട്ടാണ് വരേണ്ടത്, ഞങ്ങൾ അത് നോക്കിയാണ് ഇരിക്കുന്നത്. നീ നന്നായിട്ട് പഠിക്കുമായിരുന്നു, നീ നന്നായിട്ട് അതായത് BDS പഠിച്ചതാണല്ലോ, ദന്തിസ്റ്റ്. അപ്പം നന്നായിട്ട് പഠിക്കുമായിരുന്നു, അങ്ങനെ നീ അഭിമാനമായിരുന്നു, നന്നായിട്ട് കളിച്ചു, ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിച്ച് നീ കപ്പുകൾ ഒരുപാട് നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബിഗ് ബോസിന്റെ കപ്പും നമുക്ക് വേണ്ടി കൊണ്ടുവരണം, എനിക്ക് ഒരു പ്രശ്നവുമില്ല നിന്നോടെന്നൊക്കെ പറയുന്നുണ്ട്. സായി അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഒരു ഹാപ്പി അല്ലാതിരിക്കുന്നത്? ബാക്കി എല്ലാവരുടെയും പേരൻസിനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ, നിനക്ക് എന്താണ് ഒരു ഹാപ്പിനെസ് ഇല്ലാതിരുന്നത്? നീ പേടിക്കേണ്ട, നമുക്ക് കാശിന്റെ പ്രശ്നമൊന്നും അന്നും ഇന്നും ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അത് ഓർത്തു നീ പേടിക്കേണ്ട കാര്യമില്ല. അമ്മ സുഖമായിട്ടിരിക്കുന്നു, അമ്മയ്ക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്നാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നീ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് ഗെയിം കളിക്കൂ, എല്ലാ മത്സരാർത്ഥിയോടും എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും സായി അങ്ങനെ എന്തോ ഒരു അകൽച്ചയിൽ നിൽക്കുകയാണ്. സായിക്ക് എന്തോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ട്രോമ, അതായത് എന്തോ പൊറോട്ട എടുത്തതിൻ്റെ അങ്ങനെ ഒരു കാര്യം സായി പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് തല്ലി എന്നുള്ള രീതിക്കൊക്കെ. അപ്പോൾ അതൊന്നും അച്ഛൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല എന്ന് സായിയുടെ വൈഫ് പറയുന്നുണ്ട്. അപ്പോൾ സ്നേഹയോടും സായിയുടെ അച്ഛൻ മിണ്ടി. സായി എന്നാലും ആ ഒരു ഷോക്ക് വിട്ടുമാറാതെ ഇരിക്കുകയാണ്. അച്ഛൻ പുറത്തിറങ്ങിയിട്ട് ബാക്കി സംസാരിക്കാന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഭീഷണിയുടെ സ്വരം ഉണ്ടോ എന്നൊക്കെ സായി അച്ഛൻ ഫോൺ വെച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട്. സായിക്ക് എന്തൊക്കെയോ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഭാര്യ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞപ്പോൾ ഇനി സീക്രട്ട് ഏജന്റ് വേണ്ട, ഇനി സായി കൃഷ്ണേ ഉള്ളൂ, അതിനെക്കുറിച്ച് മിണ്ടരുതെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴാണ് ഒരു മനുഷ്യനായത്. 24/7 സായി ഫോണിന് അഡിക്ഷൻ ആയിരുന്നു, അതായത് ഫോൺ യൂസേജ് ആയിരുന്നു. ഭാര്യയൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് അഹങ്കാരമായിരുന്നു, അച്ഛനെ ഒന്നും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്തതിൻ്റെ ഗിൽട്ടി ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അച്ഛനെ വിളിച്ചിട്ടുള്ളൂ എന്നൊക്കെ സായി പറയണ്ടായിരുന്നു. സായിയുടെ അച്ഛനും പറഞ്ഞു, എല്ലാവരും എന്നെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു, പക്ഷേ ഇനി അങ്ങനെയൊന്നുമല്ല, നമുക്ക് പുറത്തിറങ്ങിയിട്ട് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഷോയോടുകൂടി സായി നല്ലൊരു മനുഷ്യനായി.